Suga love Jimin, but Jimin love Taeyong. But Taeyong love Jungkook. സത്യം പറയട്ടെ, കുറച്ച് മണിക്കൂറായിട്ട് എൻ്റെ മൈൻഡിൽ ഒരു തോട്ടില്ലേ, ഈ ഒരു സംഭവം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കാൻ. എന്താ കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ മെമ്പേഴ്സ് ഇന്നലെ തൊട്ട് ഇൻസ്റ്റയിലിട്ട് കുറച്ച് പോസ്റ്റ് സ്റ്റോറിയൊക്കെ ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മൾ ആർമീസ് എന്ത് കണ്ടാലും നമുക്ക് ഈഗിളായി ആണെന്നാണല്ലോ പറയാ. ശ്രദ്ധിക്കാണ്ടിരിക്കില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇന്നലെ നമ്മുടെ യൂങ്കിച്ചൻ്റെ ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് ഇട്ടു. പൊതുവെ നമ്മുടെ യൂങ്കിച്ചൻ അങ്ങനെ പോസ്റ്റ് ഒന്നിട്ട് നാളല്ല. പക്ഷെ ഇന്നലെ നമ്മുടെ കോൺസേർട്ടിന്റെ ഭാഗമൊക്കെ ആയിട്ടുള്ള കുറച്ച് ഫോട്ടോസൊക്കെ ഇട്ടു. അതിൽ മൂപ്പര ഫോട്ടോസിന്റെ കൂടെ വേറൊരു മെമ്പേഴ്സുള്ള ഫോട്ടോ ഇട്ടില്ലെങ്കിലും നമ്മുടെ ജിമ്മിന്റെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, അതും ഈ ലൈൻസും തമ്മിൽ എന്താ ബന്ധം, ഇവളിതെന്താ പറയുന്നത്? ഞാൻ പറഞ്ഞു തരാം. യൂങ്കി ഈ ഒരു പോസ്റ്റ് ഇട്ട് കുറച്ച് കഴിയും നമ്മുടെ ജിമിൻ ഒരു സ്റ്റോറി ഇടുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. ആ സ്റ്റോറി എന്താന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞത് എൻ്റെ ആവശ്യമില്ല, നിങ്ങൾ കണ്ടുണ്ടാവും. തേടെ കൂടെ നമ്മുടെ വീടെ കൂടെയുള്ള ഒരു മിറർ സെൽഫിയാണ്. ആ സ്റ്റോറി നമ്മുടെ റീപോസ്റ്റ് ചെയ്തിട്ടുണ്ടോ, അത് വേറെ കാര്യം. അപ്പോൾ ഇതിൽ ജെകെയുടെ റോൾ എന്തായിരിക്കും എന്നുള്ള സംശയം വേറൊന്നുമല്ല. ഇന്ന് രാവിലത്തെ നമ്മുടെ ഒക്കെ കണിയായ ജെകെയുടെ ആ ഒരു സ്റ്റോറി നമ്മുടെ കോക്കേഴ്സിനെ ഭയങ്കര സന്തോഷത്തിലാക്കി, അതേസമയം വിമിൻസിനെയും കോക്കേഴ്സിനൊക്കെ സങ്കടത്തിലാക്കി ആ ഒരു സ്റ്റോറി. ജെകെയുടെ ടിക്ടോക്കിലെങ്ങാണ്ടുള്ള ഒരു വീഡിയോ എന്താണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങളെല്ലാവരും കണ്ടതാണല്ലോ. വിയും ജെകെയും മാറി മാറി മിലിറ്ററി വേഷത്തിൽ ഡാൻസ് കളിക്കുന്ന ഒരു വീഡിയോ ജെകെ ടിക്ടോക്കിലെങ്ങാണ്ട് പോസ്റ്റ് ചെയ്തതാണ്. മോദിജി സഹായിച്ച് നമുക്ക് ടിക്ടോക്ക് ബാൻ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ആ വീഡിയോ കാണാനില്ല. പക്ഷേ ജെകെ സ്റ്റോറി ഇട്ടുകൊണ്ട് നമുക്ക് ആ ഒരു വീഡിയോ കാണാനായി. വിമൻസിനുള്ളതുണ്ട്, യൂമിൻസിനുള്ളതുണ്ട്, കോക്കേഴ്സിനുള്ളതുണ്ട്. പക്ഷേ നിങ്ങൾ കോക്കേഴ്സ് കരുതുന്നുണ്ടാവും ഞമ്മക്കുള്ളൊന്നും കിട്ടിയില്ലല്ലോ. വിഷമിക്കണ്ട, ഇങ്ങക്കുള്ളതുകൊണ്ട് അത് ഞാൻ ഈ വീഡിയോന്റെ ലാസ്റ്റ് വെച്ചിട്ടുണ്ട്, കണ്ടുവെക്കേണ്ടി. എനിക്ക് തോന്നുന്നത് ഇത് മനഃപൂർവ്വം വല്ലതും ചെയ്യുന്നതാണ്. കാരണം ഈ നമ്മൾ ഷിപ്പേഴ്സൊക്കെ നമ്മൾ പഴയ വീഡിയോസും പോസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെ വെച്ച് ഞാൻ ഇവരെ പിന്നെയും ഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കല്ലേ. അപ്പൊ കുറച്ച് പുതിയ കണ്ടന്റ് ആയിക്കോട്ടെ, പുറത്ത് അവർക്ക് തന്നെ മടുത്ത് കാണും. അപ്പൊ അവർ കരുതുന്നുണ്ടാവും ഇനി ഇതൊക്കെ വേണ്ടതിന് പിള്ളേർ കുറച്ച് പുതിയ വീഡിയോസും ഫോട്ടോസും ഒക്കെ വെച്ചിട്ട് ഷിപ്പ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് അവരിട്ടതായിരിക്കും. ഇനി എന്തോ ആവട്ടെ, എന്തായാലും നമുക്ക് സന്തോഷമാണല്ലോ.